അപ്പോൾ ഇന്നത്തെ ഫുഡ് സ്പോട്ട് ഏതാണെന്നല്ലേ? കാർഗിൽ കള്ള് ഷോപ്പ്. ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ കള്ള് ഷോപ്പിലെ ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ചിക്കൻ ബർഡ്സ്, കപ്പ, മട്ടൻ ബോട്ടി, കൂന്തള്, ചെമ്മീൻ, പോർക്ക്, ബീഫ് സ്പെഷ്യൽ, ബീഫ് കറി, ഇത് കഴിഞ്ഞോ? താറാവ് ഇല്ല, ഇനിയും വന്നോളൂ. താറാവ്, ഇത് ബീഫ് ചുക്ക, ചിക്കൻ. എത്ര ടൈമിംഗ് എങ്ങനെയാ ഇവിടുത്തെ? രാവിലെ 8 to 8. അപ്പോൾ ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ കുക്ക്. ഞങ്ങൾ ചെന്നപ്പോൾ ചിക്കൻ്റെ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ കുക്കിംഗ് ഇങ്ങനെ ആക്റ്റീവായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാലക്കാട് ഇന്ദ്രപ്രസ്ഥയിൽ 25 കൊല്ലം നിന്നാളാണ്. ഞങ്ങൾ മെല്ലെ തൂക്കിയെടുത്ത് കൊടുക്കും. എന്തൊക്കെയോ സ്പെഷ്യൽ മസാലയൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ചിക്കൻ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നത്. ഇതെന്താണ്? ഇവിടെ ഫിഷിൻ്റെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഈ ചേട്ടൻ ചില്ലി ചിക്കൻ പൊരിച്ചെടുത്തോണ്ടിരിക്കുകയായിരുന്നു നല്ല ചൂടോടെ. പിന്നെ കാട ഫ്രൈ അവൻ റെഡി ആയിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫാമിലി ആയിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ അവിടുന്ന് പോർക്കും ബീഫും ഞണ്ടും താറാവും പിന്നെ ചിക്കനും കാടയും കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തു. സൂപ്പറാണോ? ടേസ്റ്റ് ഉണ്ടോ? ശരിക്കും നീ വീഡിയോക്ക് വേണ്ടി എക്സ്പ്രഷൻ ആണോ? ഞാൻ ദോശയുടെ കൂടെയാണ് ഈ ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയത്. ഞാൻ ആദ്യം കഴിച്ച് നോക്കിയത് ബീഫിൻ്റെ കൂടെയാണ്. അത് കൊള്ളായിരുന്നു. കള്ള് ഷാപ്പിലെ ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് പറയാറില്ലേ, അതൊക്കെ ശരിയാണ്. ഇവിടെ നിന്ന് ഞാൻ കഴിച്ച എല്ലാ ഫുഡും എനിക്കിഷ്ടപ്പെട്ടു. താറാവൊക്കെ ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി. ഫുഡ് ക്യാൻ ഗിവ് യു ഹാപ്പിനെസ്. ഈ മുഖത്തോട്ടൊന്ന് നോക്കി. ഞാൻ കാട ഫ്രൈ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാട ഫ്രൈയുടെ മുകളിൽ കുറച്ച് ലെമണൊക്കെ ഇങ്ങനെ സ്ക്വീസ് ചെയ്തിട്ട് നല്ല ചൂടായിരുന്നു കേട്ടോ. കഴിച്ചു നോക്കി, നല്ല അടിപൊളി ഐറ്റമായിരുന്നു. പിന്നെ ഞണ്ടുമായിട്ടുള്ളൊരു യുദ്ധമായിരുന്നു. അയ്യോ, അത് കഴിക്കാൻ ഞാൻ പെട്ടൊരു പാട്. സംഭവം ടേസ്റ്റ് ഉണ്ടെങ്കിലും കഴിക്കാൻ നല്ല പാടാണ്. ഞണ്ടിൻ്റെ കൂടെ കഴിക്കാൻ ഞങ്ങൾ കുറച്ച് കപ്പയും കൂടെ മേടിച്ചു. ഒരു അരമണിക്കൂർ മല്ലിക്കെട്ടിയിട്ടാണെങ്കിലും ഞങ്ങളുടെ ഞണ്ട് ഫിനിഷ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മേടിച്ച ഫുഡ് എല്ലാം ഞങ്ങൾ ഫിനിഷ് ചെയ്തു കേട്ടോ. പിന്നെ ഷാപ്പിലെ കറി ഷാപ്പിൽ വന്നിരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അത് വേറെയാണ്. നല്ല വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ കാർഗിൽ കള്ള് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊടുവായൂരാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.